ഹലോ ഫ്രണ്ട്സ്, ടെക് മീഡിയ വീഡിയോയിലേക്ക് സ്വാഗതം. പല ആളുകളും ചോദിക്കുന്നൊരു കാര്യമാണ് എങ്ങനെ QR കോഡ് ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ച്. അതാണ് ഇതിൽ വിശദീകരിക്കുന്നത്. ടെക് മീഡിയയുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നൂതനമായിട്ടുള്ള ഹെൽപ്പ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ മുഖേനയും ഉബുണ്ടു മുഖേനയും QR കോഡ് ഉണ്ടാക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയറുകൾ ലഭ്യമാണ്. ആദ്യമായി ഉബുണ്ടുവിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആപ്ലിക്കേഷൻ മുഖേന എങ്ങനെ നിർമ്മിക്കാം എന്നതും ഈ വീഡിയോയിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉബുണ്ടുവിൽ QR കോഡ് ഉണ്ടാക്കാൻ വേണ്ടി ആപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന സോഫ്റ്റ്വെയറാണ് തുറക്കേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് എത്തിച്ചേരുക. അതിൽ മുകളിൽ എക്സ്റ്റൻഷൻസ് മെനുവിൽ റെൻഡർ എന്നതിൽ ബാർ കോഡ്, അതിൽ QR കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സ് രൂപപ്പെട്ട് വരുന്നതാണ്. ഇതിൽ ടെക്സ്റ്റ് എന്നതിന് നേരെയാണ് നമുക്ക് ഏത് സൈറ്റ് അഡ്രസ്സാണ് നമുക്ക് QR കോഡിന് പകരമായി നൽകേണ്ടതെങ്കിൽ ആ സൈറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. http://www. പിന്നെ നമ്മുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിവിടെ samaggra.kite.kerala.gov എന്നുള്ള സൈറ്റാണ് കൊടുക്കുന്നത്. അതിനുശേഷം താഴെ അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു QR കോഡ് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ സെലക്ട് ചെയ്യുക. ശേഷം ഇതിനെ PNG ഇമേജാക്കി മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലത് സൈഡിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു ബോക്സ് രൂപപ്പെട്ട് വരും. എക്സ്പോർട്ടാസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫയൽ നെയിം കൊടുക്കാം. കൊടുത്ത ശേഷം അവിടെ ഡെസ്ക്ടോപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് സേവ് കൊടുക്കുക. ശേഷം ഇവിടെ എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഒരു QR കോഡ് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് QR കോഡ് സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സമഗ്രയുടെ സൈറ്റിലേക്ക് പോകാൻ കഴിയുന്നതാണ്. ഇനി മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന എങ്ങനെയാണ് QR കോഡ് നിർമ്മിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി QR കോഡ് ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് എത്തിച്ചേരുക. അതിൽ ടെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ്, URL, ഇമെയിൽ, ഫോൺ, SMS, കോൺടാക്റ്റ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണോ വേണ്ടത്, ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. URL ആണെങ്കിൽ URL എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ URL കൊടുത്തപ്പോൾ അതിൻ്റെ സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏത് സൈറ്റാണോ അവിടെ കൊടുക്കേണ്ടതെങ്കിൽ ആ സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ samaggra.kite.kerala.gov.in എന്നുള്ളൊരു സൈറ്റ് അഡ്രസ്സാണ് ഞാനിവിടെ കൊടുക്കുന്നത്. താഴെ അതിനൊരു ടൈറ്റിൽ കൊടുക്കാം. സമഗ്ര എന്ന് കൊടുക്കുന്നു. അതിനുശേഷം മുകളിൽ കാണുന്ന ജനറേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു QR കോഡ് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് മുകളിൽ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിന് തൊട്ട് കാണുന്ന ഷെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. സേവ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് അത് സേവ് ആകും. അത് സേവ് ആസിലെടുത്ത് നമുക്ക് അവിടെ സമഗ്ര എന്നുള്ളൊരു ഫയൽ നെയിം കൊടുത്തു. ശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാട്സപ്പിലേക്കോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നത്. ഇനി പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ മൊബൈൽ ഫോണിൽ വന്ന ഒരു ഇമേജിനെ എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷൻ മുഖേന സ്കാൻ ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച്. അതിനു വേണ്ടിയുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. QR കോഡ് സ്കാനർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ
വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാനുള്ളൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരും. ഇതിൽ നമുക്ക് നേരിട്ട് സ്കാൻ ചെയ്യാം. ആ സ്കാൻ ചെയ്തപ്പോൾ നമുക്കവിടെ ആ ലിങ്ക് കോപ്പി ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റിലേക്ക് നേരിട്ട് പോവുകയും ചെയ്യാം. ഇപ്പോൾ സൈറ്റിലേക്ക് നേരിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മുടെ ഗാലറിയിലുള്ള ഒരു പോസ്റ്ററിൽ ഉള്ള QR കോഡ് എങ്ങനെ നമുക്ക് സ്കാൻ ചെയ്യാം ഈ ആപ്ലിക്കേഷൻ മുഖേന എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ താഴെ കാണുന്ന ഗാലറിയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്ത് വരും. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണോ ആ ഇമേജ് ഉള്ളതെങ്കിൽ ആ ഇമേജിൽ നമ്മൾ എടുക്കുക. ഈ ഒരു ഇമേജാണ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നത്. ഈ ഫോൾഡറിലാണ് അതുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലുള്ള QR കോഡിലേക്ക് നേരിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടായിത്തീരും. ഇപ്പോൾ നമ്മുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ ലിങ്കാണിത്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് QR കോഡ് സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് ആ ലിങ്കിലേക്ക് ഒരു വ്യക്തിയെ വികസിപ്പിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുള്ള കരിക്കുലമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഇതിന് ലൈക്ക് അടിക്കുക. ടെക് മീഡിയയുടെ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക.